രാജ്യത്തെ ബാങ്കിംഗ് മേഖല നേരിടുന്ന പ്രധാനപ്പെട്ട പ്രതിസന്ധികളെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ദേശീയ കോൺഫറൻസാണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. IOBIയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എച്ച് വിനോദ് അദ്ദേഹം നമ്മളോടൊപ്പം ഇപ്പോഴുണ്ട്. സാർ, വളരെയധികം പ്രതിസന്ധികൾ, ഉദാഹരണത്തിന് SBI പോലും വിദേശ കുത്തകകളുടെ കാൽക്കീഴിൽ അമർന്നു പോകുന്ന ഒരു സാഹചര്യം, IDBI ഏതാണ്ട് പോയിക്കഴിഞ്ഞ അവസ്ഥ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബാങ്കിംഗ് സംഘടനയായ അല്ലെങ്കിൽ ജീവനക്കാരുടെ സംഘടനയായ ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ ഇതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് ആരാണ്? പ്രത്യേകിച്ച് നമുക്ക് വലിയ സമ്പദ് സമൃദ്ധി ഉണ്ടെന്ന നുണ പറയുന്നത് ആരാണ്? ഇന്നിപ്പോൾ ബാങ്കിങ് മേഖല നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് സ്വകാര്യവൽക്കരണത്തിലേക്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. സ്വകാര്യവൽക്കരണം മാത്രമല്ല, വിദേശവൽക്കരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം സമ്പദ് മേഖല വളരെ സ്ട്രോങ് ആണ്, ഇന്ത്യൻ നാഷണൽ ബാങ്കിങ് സിസ്റ്റം വളരെ സ്ട്രോങ് ആണ്. പക്ഷേ ഇത്രയും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ഇന്ത്യയിൽ ആർക്കും കഴിയില്ല. കാരണം ഇത് ലക്ഷക്കണക്കിന് കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം. അത് ഇന്ത്യയിലുള്ള ആർക്കും അതിനുള്ള കപ്പാസിറ്റി ഇല്ല. അവരൊന്നുകിൽ വിദേശത്ത് നിന്ന് വായ്പ വാങ്ങിക്കൊണ്ട് ഇന്ത്യയിൽ വന്ന് ഇൻവെസ്റ്റ് ചെയ്യണം. പക്ഷേ വിദേശത്തുള്ള ചില കമ്പനികൾ, ഇപ്പം നമ്മുടെ NBDC എന്ന് പറഞ്ഞിട്ട് നാഷണൽ ബാങ്ക് ഓഫ് ദുബായ്, അത് അവരുടെ സർക്കാരിൽ, ദുബായ് സർക്കാരിന് 51% ഓരിയുള്ള ഒരു ബാങ്കാണ്. അവർ മുന്നോട്ട് വന്നിട്ടുണ്ട്. അതേപോലെ ഫെയർഫാക്സ് കമ്പനി എന്ന് പറയുന്ന കമ്പനി വന്നിട്ടുണ്ട്. നേരത്തെ ബ്ലാക്ക് സ്റ്റോൺ എന്ന് പറഞ്ഞ കമ്പനി വന്നിട്ടുണ്ട്. അപ്പം വിദേശ കമ്പനികളാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഈ വളരെ ശക്തമായ ഈ സമ്പദ് മേഖലയിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ ഇന്ത്യയെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കി കാണിക്കുവാൻ വേണ്ടിയും ഗവൺമെൻറ് ഒരുപാട് പുതിയ പദ്ധതികൾ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇത് ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പല വിധത്തിലുള്ള അപകടങ്ങളിൽ ഒന്ന്, ഇന്ത്യയിലെ ചെറുകിട വ്യവസായങ്ങളിലേക്കുള്ള ഒരു ഫ്ലോ ഓഫ് മണി കുറയും. അതുപോലെ തന്നെ ചെറിയ ചെറിയ സംരംഭങ്ങൾക്കുള്ള ഫൈനാൻസിങ് കുറയും. ചെറുകിട ഡെപ്പോസിറ്റ് അല്ലെങ്കിൽ ചെറിയ മിഡിൽ ക്ലാസ്സിൽ താഴെയുള്ള ആൾക്കാർക്ക് ബാങ്കിലേക്കുള്ള പ്രവേശനം അത് വളരെയധികം നിരോധിക്കപ്പെടുന്നതല്ല, അവർ ക്ലാസ് കസ്റ്റമേഴ്സിനെ മാത്രമേ അവർ സർവീസ് ചെയ്യാൻ സാധ്യതയുള്ളൂ. അപ്പം അതിന് പല രീതിയിലാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നത്. ചിലർ ടെക്നോളജിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, ചിലർ വായ്പകൾ മാത്രം കൊടുക്കുന്ന കമ്പനികളായിട്ട് വരുന്നുണ്ട്. ചില കമ്പനീസ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ കിട്ടാക്കടങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ 5% മാത്രം ഗവൺമെൻറ്റിലേക്ക് അടച്ച് ബാക്കി ഉള്ള എമൗണ്ട് 15 വർഷത്തിൽ അവർ പിരിച്ചെടുക്കാമെന്ന് തീരുമാനിക്കുന്ന കമ്പനികളുണ്ട്. അങ്ങനെ പല വിധത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. അതിൽ ബാങ്കുകളുടെ ഡെപ്പോസിറ്റും അതിൻ്റെ കറണ്ട് മാർക്കറ്റ് വാല്യൂയും വെച്ചിട്ടാണ് ഗവൺമെൻറ് ഇത് വിൽക്കാൻ ശ്രമിക്കുന്നതെങ്കിലും, മാർക്കറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ സെൻസെക്സിലെ മാർക്കറ്റ് വാല്യൂ, ഷെയർ മാർക്കറ്റിൻ്റെ വാല്യൂ ആണ് ഗവൺമെൻറ് കണക്കിലെടുക്കുന്നത്. എന്നാൽ ഇതിൻ്റെ പുറകിൽ സ്വന്തമായിട്ട് ബാങ്കുകൾക്ക് ആസ്തിയുള്ള ബാങ്കുകളുണ്ട്. പല ബാങ്കുകൾക്കും 10,000 അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ ആസ്തികളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആസ്തികളടക്കം കൈമാറാനുള്ള ശ്രമമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇതിന് ഈ വിദേശത്തു നിന്നുള്ള കമ്പനികൾ വൻതോതിൽ നിക്ഷേപം നമ്മുടെ ബാങ്കുകളിൽ നടത്തുമ്പോൾ അവരുടെ ഇഷ്ടാനുസരണം നമ്മുടെ ബാങ്കുകൾ ചലിക്കേണ്ടി വരും. ഉദാഹരണത്തിന് സ്വകാര്യവൽക്കരണം, ഇന്ത്യയിലുള്ള ഒരു കമ്പനി തന്നെ ഇന്ത്യൻ ബാങ്കിനെ ഏറ്റെടുക്കുകയോ അങ്ങനെ സ്വകാര്യവൽക്കരിക്കുകയാണെങ്കിൽ ഇന്ത്യൻ നിയമങ്ങൾ അവർക്ക് ബാധകമാണ്. ഈ അവസരത്തിൽ വിദേശത്ത് നിന്ന് വരുന്ന ഒരു കമ്പനിക്ക് ഇന്ത്യൻ നിയമങ്ങൾ ബാധകമാകുമോ? അവർ നമ്മളെ ഹൈജാക്ക് ചെയ്യുമോ? തീർച്ചയായും. കാരണം ഇന്ത്യയിൽ ഉള്ളൊരു ഇന്ത്യയിലേക്ക് വരുമ്പോൾ ചില കണ്ടീഷൻസ് അവർ പറയുന്നുണ്ടാകാം. പക്ഷെ ആ കണ്ടീഷൻസിലൊരു വ്യക്തത വരാൻ സാധ്യതയില്ല. കാരണം എന്തായാലും ഇത്രയും വലിയൊരു നിക്ഷേപം നടത്തുന്നവരെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഒരു അഗ്രിമെൻറ്റിലേക്ക് എന്തായാലും ഗവൺമെൻറ് പോകാൻ സാധ്യതയില്ല. അവിടെ വരുന്നത് ഒന്ന്, സ്ഥിരം ജീവനക്കാരെ ഇല്ലാതാക്കുക എന്നുള്ളതാണ്. കാരണം അവർക്ക് എപ്പോഴും വേണമെങ്കിലും ആൾക്കാരെ പിരിച്ചുവിടാനുള്ള സാധ്യത. നിങ്ങൾക്കറിയാം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ തൊഴിലാതാക്കളായിട്ടുള്ള 3 സ്ഥാപനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ടെലികോം കമ്പനി ഉണ്ടായിരുന്നു, 2 റെയിൽവേസ് ഉണ്ടായിരുന്നു, 3 ബാങ്കിങ് ഇൻഡസ്ട്രിയാണ്. ഈ 3 കമ്പനികളാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വളർന്നു വരുന്ന കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ ജോലി സാധ്യത ഉണ്ടായിരുന്നത്. അതിൽ ഓൾറെഡി ടെലികോം കമ്പനി അവർ കൂട്ടിക്കഴിഞ്ഞു. റെയിൽവേസും ഏകദേശം സ്വകാര്യവൽക്കരണത്തിലേക്ക് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഇനി ബാങ്കിങ്ങും കൂടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഭാവിയിൽ തലമുറകൾക്ക് അല്ലെങ്കിൽ ഇനി വരുന്ന തലമുറയ്ക്ക് നമ്മൾ ഒരു സ്വാതന്ത്ര്യത്തിന് മുന്നേ ഉള്ളൊരു അവസ്ഥ, അതായത് സ്ഥിരമായിട്ടൊരു ജോലിയോ അല്ലെങ്കിൽ സ്ഥിരമായിട്ടൊരു വരുമാനവും ഇല്ലാത്തൊരു മാർഗത്തിലേക്ക് പോകും. വീണ്ടും നമുക്കൊരു പക്ഷേ ഒരു സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ഇത് പറയുമ്പോൾ ഈ എല്ലാത്തിലും ഓൺ നേഷൻ, ഓൺ ആർമി, ഓൺ കണ്ടീഷൻ എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കുന്ന ഈ കേന്ദ്ര സർക്കാരുണ്ടല്ലോ, അവർ ഈ ഓൺ നേഷൻ എന്നൊക്കെ വെറും വാചകമടി മാത്രമേ ഉള്ളൂ. ആ നേഷനെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമുക്ക് പറയാൻ കഴിയില്ല. കാരണം ഏതൊരു ഭരണകൂടത്തിലും നടക്കണമെങ്കിൽ സമ്പത്താണ് വേണ്ടത്. ഇപ്പം വികസനവും ഒരു ഭാഗമാണ്.
നമ്മളത് രണ്ടും കംപ്ലീറ്റ് എതിർത്ത് പറയാനും പറ്റില്ല. ഒരു നാടിൻ്റെ വികസനമാണ് ലോകരാജ്യങ്ങളുടെ മുന്നിൽ ആ നാടിനെ മുന്നോട്ട് കാണിക്കുന്നത്. അപ്പോൾ റോഡുകൾ പാലങ്ങൾ, അതിൻ്റേതായ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഇതൊന്നും ചെറുകിട ആൾക്കാരെ കൊണ്ട് നടക്കില്ല. അതിന് വൻകിട കമ്പനികൾക്കേ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വൻകിട കമ്പനികൾക്ക് അവരിങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ചെന്തെങ്കിലും ചെയ്തു കൊടുക്കണമല്ലോ. അപ്പോൾ അതാണിപ്പോൾ ചെയ്യുന്നത്. അതായത് ഞാൻ നിൻ്റെ മുതുക് ചൊറിയാം, നീ എൻ്റെ മുതുക് ചൊറിഞ്ഞോളൂ എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഷെയറിങ്. പക്ഷെ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതം നമ്മുടെ സമ്പദ് മേഖലയിൽ ഉണ്ടാകും. തീർച്ചയായിട്ടും ഉണ്ടാക്കും. കാരണം നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് നമ്മൾ നിലനിന്ന് വന്നിരുന്ന നമ്മളുടെ ഒരു സിസ്റ്റമുണ്ട്. അതായത് ഒരു ജീവനക്കാരൻ, പിന്നെ ഗവൺമെൻറ് ജീവനക്കാർ അല്ലെങ്കിൽ ഗവൺമെൻറ് ബാങ്കുകളും അല്ലെങ്കിൽ പ്രൈവറ്റ് സ്ഥാപനങ്ങളും തമ്മിലുള്ള വ്യത്യാസം തന്നെ ഗവൺമെൻറ്റിൻ്റെ ചില നല്ല ഉദ്ദേശങ്ങളുണ്ട്. പഴയ ഗവൺമെൻറ്റുകൾ അല്ലെങ്കിൽ കുറേ ആൾക്കാർ തീരുമാനിച്ചിട്ടുള്ള, ഇപ്പോൾ വായ്പ കൊടുക്കുമ്പോൾ തന്നെ വായ്പ കൊടുക്കുമ്പോൾ മേജറായിട്ട് പലർക്കും കിട്ടാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വായ്പയുടെ അടിസ്ഥാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് തിരിച്ചടവല്ല. ആ വായ്പ എടുത്തു കഴിഞ്ഞാൽ ആ എടുക്കുന്ന ആൾ ഒരിക്കലും കടക്കെണിയിൽ വീഴരുത് എന്ന് നോക്കേണ്ട ബാധ്യത ബാങ്കിനാണ്. അത് ഉറപ്പിച്ചിട്ടേ അയാൾക്ക് ലോൺ കൊടുക്കാൻ പാടുള്ളൂ എന്നാണ്. അതുകൊണ്ടാണ് പല പാവപ്പെട്ടവർക്കും ബാങ്കിന് വായ്പ കൊടുക്കാൻ പറ്റാത്തത്. കാരണം രേഖയിൽ അവർ ഇതെടുത്തു കഴിഞ്ഞാൽ അവർ കടക്കണിയിലായി പോകുമെന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട്. ഭയമല്ല, അത് ഞങ്ങളുടെ ജോലിയാണ്. ഗവൺമെൻറ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ താങ്കൾക്കൊരു വായ്പ തരികയാണെങ്കിൽ ഐ ഹാവ് ടു എൻഷുർ ദാറ്റ് എൻ്റെ ഈ വായ്പ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ കടക്കണിയിലേക്ക് പോകാൻ പാടില്ല. അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉയർച്ച തന്നെ തീരുമാനിക്കണം. അപ്പോൾ ആ ചെക്ക് പോയിന്റിലാണ് പലപ്പോഴും ആൾക്കാർക്ക് വായ്പ കൊടുക്കാൻ പറ്റാത്ത രീതിയിൽ വരുന്നത്. അത് നെഗറ്റീവായിട്ടും ആൾക്കാർ കാണുന്നുണ്ട്, മനസ്സിലല്ലേ? അപ്പോൾ ഈ ഭാഗത്താണ് പ്രൈവറ്റ് പ്ലേയേഴ്സ് കളിക്കുന്നത്. അവർ ഇതൊന്നും നോക്കുന്നില്ല. അവരെ സംബന്ധിച്ചിട്ട് വായ്പ കൊടുക്കുക, തിരിച്ചടവ് പിടിക്കുക, അവർക്ക് എന്താ പറയുന്ന ഇൻട്രസ്റ്റ് കിട്ടുക എന്നുള്ളത് മാത്രമാണ്. പറഞ്ഞു വന്നതിൽ നിന്നും വ്യത്യസ്തമായൊരു വിഷയം കൂടിയാണ്. നമ്മുടെ ഇന്ത്യയിൽ പല യുവാക്കളും ഇപ്പോൾ റീസെൻ്റായിട്ട് കേരളത്തിൽ തന്നെ നിതിൻ രാജ് എന്ന BDS വിദ്യാർത്ഥിയുടെ സൂയിസൈഡ് വരെ കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത് ഈ ഓൺലൈൻ ആപ്പുകൾ, ഓൺലൈൻ ലോണുകൾ. ഇത് നമ്മുടെ ബാങ്കിങ് മേഖലയുമായി ചേർന്ന് പോകുന്നൊരു സമ്പ്രദായമല്ല. പല കമ്പനികളും ഒരു നോട്ടീസ് കമ്പനികളാണ്, വെറും പേപ്പർ കമ്പനികളാണ് ഇങ്ങനെ ലോൺ കൊടുത്തിട്ട് ആളുകളെ കശാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്തരം സംവിധാനങ്ങൾക്കെതിരെയൊക്കെ നിലപാടെടുക്കാൻ AIBOയ്ക്ക് കഴിയാറുണ്ടോ? ഇത് സൈബർ കുറ്റവാളികളാണ്. ഇറ്റ് ഈസ് എ ക്രൈം. ആ ക്രൈമിൽ നമുക്ക് റോളില്ല. വി കനോട്ട്. കാരണം ഇപ്പോൾ നിങ്ങളുടെ മൊബൈലിൽ ഒരു മെസ്സേജ് വരുന്നുണ്ട്. ഞങ്ങൾക്ക് പരമാവധി ചെയ്യാൻ പറ്റുന്നത് നമുക്ക് നമ്മുടെ കസ്റ്റമേഴ്സിനെ ബോധവൽക്കരിക്കാൻ പറ്റും. നമ്മൾ ബാങ്ക് വഴി നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ മൊബൈലിൽ ഏത് ലിങ്കിൽ നിന്നും വന്നാലും, ഇനി ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് പറഞ്ഞ് വിളിച്ചാലും നിങ്ങൾ ചില കാര്യങ്ങൾ പറയരുത്, ചെയ്യരുത് എന്ന് നമ്മുടെ കസ്റ്റമേഴ്സിനോട്. അത് പക്ഷേ പരിമിതമാണ്. എൻ്റെ കസ്റ്റമേഴ്സിനോട് മാത്രമേ എനിക്കത് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അല്ലെങ്കിൽ എനിക്ക് പരിചയമുള്ളവരോട് മാത്രമേ പറയൂ. ഇത് ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. എന്നാലും ആൾക്കാർ ഈസി മണി, ഒരു ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വീട്ടിൽ ലാപ്ടോപ്പ് എത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ കുട്ടിയുടെ മനസ്സിനെ അവർ ചൂഷണം ചെയ്യണം. കുട്ടിക്ക് ലാപ്ടോപ്പിനോട് ആഗ്രഹമുണ്ട്, അത് ഞാൻ തരാം എന്ന് പറഞ്ഞുകൊണ്ട് കുട്ടിയെ മോഹിപ്പിക്കുക. അല്ലെങ്കിൽ അത് ഈ സ്ഥാപനങ്ങൾ, ഒരുപക്ഷെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അതിൻ്റെ ഒരു ഭാഗമായിരിക്കാം. ആ ഒരു കമ്പനിക്ക് പ്രൊഡക്ട്സ് എടുത്തു കൊടുക്കാൻ അവരും സഹായിക്കുന്നുണ്ടാവാം. പക്ഷെ അതൊരു ക്രൈം സീനാണ്. അതിലേക്ക് നമുക്ക് ബാങ്കുകാർക്ക് ലിമിറ്റ്. അതുമാത്രമല്ല സാറ് നേരത്തെ സംഭാഷണത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ഡോളർ നിക്ഷേപം, ഇന്ത്യയിൽ ധാരാളം ഡോളറുണ്ട്, ഇന്ത്യ സാമ്പത്തികമായി അങ്ങനെ തകർച്ചയിലേക്ക് പോകുന്നില്ല എന്നൊക്കെ പറയുന്നൊരു പ്രതീതി. ആ ഡോളറിൻ്റെ വിനിമയം എങ്ങനെയാണ്? അതായത് ബാങ്കുകൾക്കൊരു ഡെപ്പോസിറ്റ് ഉണ്ട്.